കാർഷിക വാർത്തകൾ. ഏഷ്യൻ റബ്ബർ മാർക്കറ്റുകൾ സജീവമാകുമ്പോഴും ഇന്ത്യൻ റബ്ബർ വിപണി തളർച്ചയിൽ. ആവശ്യക്കാരുയർന്നത് ഏലക്ക വിൽപ്പന ശക്തമാക്കി. കുരുമുളക് വിപണിയും ഉണർവിൽ. നിക്ഷേപകർ റബ്ബറിനോട് കാണിച്ച താൽപര്യം ഏഷ്യൻ മാർക്കറ്റുകളെ സജീവമാക്കി. റബ്ബർ അവധി വിലകളിലെ ഉണർവ് കണ്ട് കയറ്റുമതി രാജ്യങ്ങൾ വില ഉയർത്തി. ബാങ്കോക്കിൽ റബ്ബർ കിലോ 187 രൂപയായി കയറി. ഇന്തോനേഷ്യ, മലേഷ്യൻ മാർക്കറ്റുകളിലും ഉൽപ്പന്നം മികവിലാണ്. അതേസമയം ഇന്ത്യൻ ടയർ കമ്പനികൾ കൊച്ചി, കോട്ടയം മാർക്കറ്റുകളിൽ വിലയിടിച്ചു. 4ാം ഗ്രേഡ് റബ്ബർ 18,800 രൂപയിൽ നിന്നും 18,600 രൂപയാക്കി. ലാറ്റക്സ് 119 രൂപയിലും വിപണനം നടന്നു. ടാപ്പിംഗ് രംഗത്ത് ഉണർവ് കണ്ടു തുടങ്ങിയ തക്കത്തിനാണ് ടയർ ലോബി ആഭ്യന്തര വില ഇടിച്ചത്. ലേലകേന്ദ്രങ്ങളിലേക്ക് ഏലക്ക പ്രവാഹം. കാർഷിക മേഖലയിൽ ഇന്നലെ നടന്ന 2 ലേലങ്ങളിലായി 2 ലക്ഷം കിലോയിലധികം ഏലക്ക വിൽപ്പനയ്ക്കെത്തി. നടപ്പു സീസണിൽ വരവ് ഇത്ര ശക്തമാകുന്നത് ആദ്യമായാണ്. മൊത്തം 2,33,023 കിലോ ചരക്ക് വിൽപ്പനയിൽ വന്നതിൽ 2,29,295 കിലോയും വിറ്റഴിഞ്ഞു. വാങ്ങൽ താൽപര്യം ശക്തമായത് കണക്കിലെടുത്താൽ വിദേശത്തു നിന്നും ഏലത്തിന് കൂടുതൽ അന്വേഷണങ്ങൾ എത്തിയതായി വേണം അനുമാനിക്കാൻ. എന്നാൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ കയറ്റുമതി കേന്ദ്രങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ആഭ്യന്തര മാർക്കറ്റിലും ഏലത്തിന് ആവശ്യക്കാരുണ്ട്. ശരാശരി ഇനങ്ങൾ കിലോ 2,400 രൂപയിലാണ് വിൽപ്പന നടക്കുന്നത്. കുരുമുളക് വിപണിയിലെ ഉണർവ് കണ്ട് സ്റ്റോക്കുള്ള ചരക്ക് കൂടിയ വിലയ്ക്ക് ഉറപ്പുവരുത്താനാകുമെന്ന നിഗമനത്തിലാണ് ഉൽപ്പാദകർ. സംസ്ഥാനത്തിന്റെ അങ്ങോളമിങ്ങോളമുള്ള തോട്ടങ്ങളിൽ കുരുമുളക് മണികൾ മൂത്ത് വിളവെടുപ്പിന് സജ്ജമാകുന്നതേയുള്ളൂ. ജനുവരിക്ക് ശേഷം തോട്ടങ്ങൾ വിളവെടുപ്പിന് ഒരുങ്ങുമെന്ന കണക്കുകൂട്ടലിലാണ് കർഷകർ. അൺഗാർബിൾഡ് കുരുമുളക് കിലോ 68,400 രൂപയിൽ വ്യാപാരം നടന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ വിപണിയിൽ ബ്ലൂബെറിക്ക് ഡിമാൻഡ് ഉയരുന്നു. ബ്ലൂബെറി ഇറക്കുമതിക്ക് പോസിറ്റീവ് സൂചനകളെന്ന റിപ്പോർട്ട്. ഇറക്കുമതി പരിമിതമായിരുന്നിട്ടും ഇന്ത്യയിൽ ബ്ലൂബെറിക്ക് അനുകൂല സാധ്യതകളാണെന്ന് റാബോ റിസർച്ച് ബ്ലൂബെറി അപ്ഡേറ്റ് 2025 വ്യക്തമാക്കുന്നു. ഏഷ്യൻ വിപണികളിൽ ബ്ലൂബെറി ഉപയോഗം വർദ്ധിക്കുകയാണ്. ചൈന ഇതിനോടകം ഉൽപ്പാദനത്തിലും ഉപയോഗത്തിനും വളർച്ച കൈവരിച്ചു. ഇന്തോനേഷ്യ, ജപ്പാൻ, തുർക്കി, വിയറ്റ്നാം, തായ്ലൻഡ് എന്നിവയാണ് ബ്ലൂബെറിയുടെ മറ്റു വിപണികൾ. ഇന്ത്യയിൽ 87,000 ടണ്ണിന്റെ സാധ്യതയാണ് കണക്കാക്കുന്നത്. ആഗോള കയറ്റുമതിക്കാർ US-നും യൂറോപ്യൻ യൂണിയനും പുറമെ ഏഷ്യയിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണ്. ബ്രീഡിംഗ് കമ്പനികളും സംയോജിത ഉൽപ്പാദകരും ഏഷ്യയിലെ ബ്ലൂബെറി കൃഷിയിൽ നിക്ഷേപം നടത്തുകയാണ്. വിലയിലെ ചാഞ്ചാട്ടവും വിതരണത്തിലെ അസ്ഥിരതയും ഉണ്ടായിരുന്നിട്ടും യൂറോപ്യൻ യൂണിയനിലും ഡിമാൻഡ് ശക്തമായി തുടരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. US തീരുവ സുഗന്ധവ്യഞ്ജന മേഖലയെ തളർത്തി. പുതിയ കയറ്റുമതി പദ്ധതിയിൽ സുഗന്ധവ്യഞ്ജനങ്ങൾ കൂടി ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമായി. പുതിയ കയറ്റുമതി പദ്ധതിയിൽ സുഗന്ധവ്യഞ്ജനങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് ലോക സുഗന്ധവ്യഞ്ജന സംഘടന കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം സുഗന്ധവ്യഞ്ജന മേഖല ഏകദേശം 39,000 കോടി രൂപയാണ് ഇന്ത്യക്ക് സംഭാവന ചെയ്തത്. ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജന കയറ്റുമതിയുടെ 16% അമേരിക്കയിലേക്കായതിനാൽ US താരിഫ് മൂലം സുഗന്ധവ്യഞ്ജന കയറ്റുമതിക്കാർക്ക് വലിയ തിരിച്ചടിയാണുണ്ടായത്. നിർയാത് പ്രോത്സാഹൻ, നിർയാത് ദിശ എന്നീ 2 പദ്ധതികളാണ് കയറ്റുമതി മേഖലയിൽ പുതിയതായി അവതരിപ്പിച്ചത്. US താരിഫുകൾക്ക് പ്രതികൂലമായി ബാധിച്ച മേഖലകളെ പിന്തുണയ്ക്കുകയാണ് ഇതിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. അമിതമായി US താരിഫുകൾ മൂലമുണ്ടാകുന്ന നഷ്ടം നികത്താൻ ഈ 2 നടപടികൾ സഹായിക്കുമെന്നാണ് ലോക സുഗന്ധവ്യഞ്ജന സംഘടന വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മറയൂരിൽ കാട്ടുകൂർക്ക വിൽപ്പന കനക്കുന്നു. വിളവെടുപ്പ് 2026 ഫെബ്രുവരി വരെ നീളും. മറയൂർ മേഖലയിൽ ഇപ്പോൾ കാട്ടുകൂർക്കയുടെ വിളവെടുപ്പ് കാലമാണ്. മറയൂർ ഭാഗത്തെ ഗോത്ര വിഭാഗത്തിന്റെ പ്രധാന വരുമാന മാർഗമാണ് കൂർക്ക കൃഷി. മറയൂർ പഞ്ചായത്തിലെ 6 ഉന്നതികളിലാണ് പ്രധാനമായും കൂർക്ക കൃഷി ചെയ്തു വരുന്നത്. ഒക്ടോബർ പകുതിയോടെ ആരംഭിച്ച വിളവെടുപ്പ് 4 ആഴ്ച പിന്നിടുമ്പോൾ 45,521 കിലോയോളം കൂർക്ക വനം വകുപ്പിന്റെ ചില്ലറ ലേല വിപണിയിലൂടെ വിൽപ്പന നടത്താനായി. കൂർക്ക കൃഷി വിളവെടുപ്പ് ഏതാണ്ട് വരുന്ന ഫെബ്രുവരി വരെ നീളും. 350-ലധികം കർഷകരാണ് ഇത്തവണ കൃഷി ഇറക്കിയത്. വലിപ്പത്തിന്റെ വ്യത്യാസത്തിലാണ് വില നിശ്ചയിക്കുന്നത്. ചെറുകിഴങ്ങിന് 20 രൂപ മുതൽ വലിയ കൂർക്കകൾക്ക് 81 രൂപ വരെ ലഭിക്കും. വ്യാഴാഴ്ചകളിലാണ് ലേലം നടക്കുന്നത്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും നിരവധി വ്യാപാരികൾ വലിയ തോതിൽ കൂർക്ക ലേലത്തിലൂടെ വാങ്ങുന്നുണ്ട്. കഴിഞ്ഞ സീസണുകളിൽ 1000-ലധികം ടൺ കൂർക്കയാണ് വിറ്റഴിച്ചിരുന്നത്. ലേലത്തിലൂടെയല്ലാതെ 1000 ടണ്ണോളം വിൽപ്പന നടന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം RSS 4
187, RSS 5 182, ലാറ്റക്സ് 125, ജാതിക്ക 330, ജാതിപത്രി 2100, ഗ്രാമ്പു 900, അടയ്ക്ക 280, കാപ്പിക്കുരു 220, കൊക്കോ പരിപ്പ് 380, കുരുമുളക് ഗാർബിൾ 70,400, കുരുമുളക് അൺഗാർബിൾ 68,400, ഏലക്ക 2,300 മുതൽ 2,400 വരെ, വെളിച്ചെണ്ണ 35,600, കൊപ്ര 22,050, ചുക്ക് 24,000.